السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله. قل إني أمرت أن أعبد الله مخلصا له الدين. സഹോദരന്മാരെ, സൂറത്തു സുമറിലെ 11-ാമത്തെ ആയത്താണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്തിന്റെ ഉള്ളടക്കം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. വിഷയത്തിന്റെ ഗൗരവവും പ്രാധാന്യവും കണക്കിലെടുത്ത് അത് ഖുർആനിൽ എല്ലായിടങ്ങളിലും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ഇക്കാര്യം അല്ലാഹു ഉണർത്തിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന കാര്യം ഉണർത്താനാണ്, അതിന്റെ സാക്ഷാത്കാരത്തിനാണ് അല്ലാഹു മനുഷ്യലോകത്തേക്ക് നിരന്തരം നബിമാരെ നിയോഗിച്ചത്, അവരുടെ കൂടെ ഗ്രന്ഥങ്ങൾ ഇറക്കിയത്. ഇതിൽ അല്ലാഹു പറയുന്നത് ഐ ഖുൽ യാ അയ്യുഹർ റസൂലു ലിന്നാസ്. അല്ലാമത്തു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്ന വ്യാഖ്യാനം നമുക്ക് കാണാവുന്നതാണ്, വായിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഖുൽ യാ അയ്യുഹൻ നബിയ്യു യാ അയ്യുഹർ റസൂൽ, ദൂതനായ അള്ളാഹുവിന്റെ ദൂതനായിട്ടുള്ള മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. റസൂലെ, പറയൂ, ജനങ്ങളോട് വിളിച്ചു പറയൂ, ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഈ കാര്യം മുഴുവൻ ജനങ്ങളോടും എല്ലാ കാലങ്ങളിലും മുഴുവൻ പ്രദേശങ്ങളിലും ആവർത്തിച്ച് പറയാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ്. ഇന്നി ഉമിർത്, തീർച്ചയായും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അൻ അഅ്ബുദല്ലാഹ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്.
എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളതാണ്. അത് അള്ളാഹുവിന് മാത്രമാക്കി തീർക്കുക എന്നുള്ളതാണ്. മുഖ്ലിസുൻ ലഹുദ്ദീൻ, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന ആ ദീൻ ഇഖ്ലാസോട് കൂടിയാക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പോ തനിക്കുള്ള കൽപ്പന അതെന്തുമാത്രമാണ് എന്ന കാര്യം ഇവിടെ ഉണർത്തുന്നുണ്ട്. ഉമിർതു അൻ അഅ്ബുദല്ലാഹ്, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അള്ളാഹുവിന് മാത്രമായി ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ആരാധന അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ, അവന്റെ മനോഘടനയിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വികാരമാണ്. ന്യായമായും ആരാധിക്കപ്പെടേണ്ടവൻ ആരാണോ അവനെ അറിയുകയും അവനോടുള്ള കടമ നിറവേറ്റുകയും ചെയ്യണം. അവനെ അറിയുന്നതിൽ വീഴ്ച വരുത്തിയ മനുഷ്യർ, അവനെ വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത മനുഷ്യർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇബാദത്ത് ചെയ്യും, പക്ഷെ അത് അള്ളാഹുവിന് മാത്രമായിരിക്കില്ല. ന്യായമായി ആരാധിക്കപ്പെടേണ്ട അള്ളാഹുവിന് പുറമെ അന്യായമായി ബാത്തുലായ നിലയിൽ പല വ്യാജന്മാരെയും അവരാരാധിക്കും. അവർ ശിർക്കിലകപ്പെടും. ആരാധന എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന്, മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക സാധ്യമല്ല. അതവന്റെ മനോഘടനയിലുള്ളതാണ്. അതവന്റെ പ്രകൃതത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ ആ ഇബാദത്ത് ആർക്ക് മാത്രമായി നൽകണം? അത് പ്രപഞ്ചങ്ങളായ മുഴുവൻ പ്രപഞ്ചങ്ങളെയും സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും പരിപാലിക്കുകയും ചെയ്ത ഏകനായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് നേരായ മാർഗം. അതുകൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അൻ അഅ്ബുദല്ലാഹ്, ഞാൻ ഇബാദത്ത് ചെയ്യേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്. മറ്റാർക്കും ഞാൻ ഇബാദത്ത് പകുത്തു കൊടുക്കാൻ പാടില്ല. മുഖ്ലിസുൻ ലഹുദ്ദീൻ, ദീന് അവന് മാത്രമാക്കിക്കൊണ്ട്. അഖ്ലസ എന്ന വാക്കിന്റെ അർത്ഥം ഐ അഫ്റദ, തനിച്ചാക്കുക, മാത്രമാക്കി തീർക്കുക എന്നുള്ളതാണ്. മുഖ്ലിസുൻ, ഇഖ്ലാസ് പാലിച്ചുകൊണ്ട്. എങ്ങനെയാണ് ഇഖ്ലാസ് പാലിക്കേണ്ടത്? ലഹു, അവന് മാത്രമായി. അത് ഏത് കാര്യത്തിനാണ് ഇഖ്ലാസ് പാലിക്കേണ്ടത്? അദ്ദീൻ, ദീൻ എന്ന് പറയാവുന്ന കാര്യം മുഴുക്കെ അത് അള്ളാഹുവിന് മാത്രമായി, മറ്റാർക്കും നൽകാൻ പാടില്ല. അത് അള്ളാഹുവിന് ആ ഇബാദത്ത്, ദീന് അത് സമർപ്പിക്കുമ്പോൾ അതിൽ അവന്റെ വജ്ഹ് ഉദ്ദേശിക്കുകയല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ലക്ഷ്യവും അതിൽ കലരാനും പാടില്ല. ഇത് വിശദമായി തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു പോന്നിട്ടുള്ളതാണ്. ഫി ഖൗലിഹി ഫി അവ്വലി സൂറ, ഈ അധ്യായത്തിന്റെ തന്നെ പ്രാരംഭത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള വാക്കിൽ ഇങ്ങനെയുണ്ട്, ഫഅ്ബുദില്ലാഹ മുഖ്ലിസുൻ ലഹുദ്ദീൻ, അതിനാൽ നീ അള്ളാഹുവിന് മാത്രമായി ഇബാദത്ത് ചെയ്യണം. മുഖ്ലിസുൻ, ഇഖ്ലാസ് പുലർത്തിക്കൊണ്ട്, ലഹു, അവന്, അള്ളാഹുവിന്, അദ്ദീൻ എന്ന് വെച്ചാൽ ദീന് ആയിട്ടുള്ള കാര്യം അത് അള്ളാഹുവിന് മാത്രമായി, മറ്റാർക്കും നൽകാതെ, മറ്റൊരു ലക്ഷ്യവും മുന്നിൽ കാണാതെ, പരലോകത്തുള്ള അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം. അവൻ മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, മുവഹ്ഹിദുകളായ ആളുകൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നതായ സ്വർഗം ലഭിക്കണം. ആ സ്വർഗത്തിൽ വെച്ച് അവന്റെ മുഖം കാണുക എന്നുള്ള ഏറ്റവും വലിയ ഭാഗ്യം നേടണം. ഇതല്ലാത്ത മറ്റൊരു ലക്ഷ്യവുമില്ലാതെ ഇബാദത്തുകൾ ദീന് ചെയ്യണം. അതവന് തനിച്ചാക്കണം, മറ്റാർക്കും നൽകാൻ പാടില്ല എന്നുള്ളതാണ്. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വ ഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ. വ ഉമിർത്, അതേ പ്രകാരം എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു.
ലിഅൻ അകൂന ഞാനായിരിക്കണമെന്ന്, അവ്വലൽ മുസ്ലിമീൻ മുസ്ലിമുകളിൽ ആദ്യത്തവൻ ഞാനായിരിക്കണം. മുസ്ലിങ്ങളിൽ ആദ്യത്തെ ആള് ഞാനായിരിക്കണം, ഒന്നാമൻ ഞാനായിരിക്കണം. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ തെറ്റാതെ മനസ്സിൽ ഉറപ്പിച്ച് നിർത്തേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ് ഇസ്ലാം, ആരാണ് മുസ്ലിം? രണ്ടാമത്തേത് അവ്വലുൽ മുസ്ലിമീൻ, എന്താണ് അവ്വലുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ ഒന്നാമൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് വിവക്ഷിക്കുന്നത്? ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു നല്ല ഗ്രാഹ്യം വേണം. ആദ്യം ഇസ്ലാം എന്താണ് എന്ന് പരിശോധിക്കാം. ഇസ്ലാം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅഹ് വൽ ബറാഅതു മിനശ് ശിർക്കി വഅഹ്ലിഹി. ഇതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? അൽ ഇസ്തിസ്ലാമു ലില്ലാഹ്, അള്ളാഹുവിന് സർവഥാ കീഴ്പ്പെടുക, സമർപ്പിക്കുക എന്നുള്ളതാണ്. ബിത്തൗഹീദ്, അള്ളാഹുവിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബിത്തൗഹീദ്, അവനെ ഏകത്വപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹ്ക്ക് ഞാൻ സമർപ്പിക്കുന്നത് അവന് മാത്രമായിട്ടാണ്. അവന്റെ ഏകത്വം മുറുകെ പിടിച്ചുകൊണ്ടാണ്. എന്റെ സമർപ്പണം അവനല്ലാതെ മറ്റാർക്കുമേ ഞാൻ നൽകില്ല. അതാണ് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. ഞാൻ അവന് വേണ്ടി സമർപ്പിക്കുന്ന ദീൻ, അവന് വേണ്ടി ഞാൻ ചെയ്യുന്ന അമലുകൾ, കർമ്മങ്ങൾ, അത് മറ്റാർക്കും കൊടുക്കില്ല എന്ന് മാത്രമല്ല, അതിൽ യാതൊരു തരത്തിലുള്ള കളങ്കവും വന്നു പോകാത്ത വിധം, അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങളോ താല്പര്യങ്ങളോ കൂട്ടിക്കലർത്താതെ കണ്ട് അവന് മാത്രം സമർപ്പിക്കുന്ന, സർവദാ കീഴ്പ്പെടുന്നതിന്റെ പേരാണ് ഇസ്ലാം. വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅഹ്, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട്, ത്വാഅത്ത് നടത്തിക്കൊണ്ട് കീഴ്പ്പെടണം, വണങ്ങണം. അള്ളാഹു എന്താണോ നമ്മളോട് കൽപ്പിച്ചത് ആ കാര്യങ്ങൾക്ക് നമ്മൾ വഴങ്ങിയേ പറ്റൂ. അവൻ എന്ത് കാര്യമാണോ വിലക്കിയത്, അവൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നേ പറ്റൂ. അതാണ് ത്വാഅത്ത്. പൂർണ്ണമായ വണക്കം, പൂർണ്ണമായ സമർപ്പണം. അത് വൽ ഇൻഖിയാദു ലഹു, അവന് വഴിപ്പെടണം, അവന് കീഴ്പ്പെടണം. ബിത്ത്വാഅത്തി, അവൻ പറയുന്ന കാര്യങ്ങൾ അത് അനുസരിച്ചുകൊണ്ട്, അവൻ എന്തൊരു കാര്യമാണോ കൽപ്പിച്ചത് അത് ശിരസ്സാ വഹിക്കുക. അവനേതൊരു കാര്യമാണോ വിലക്കിയത് ആ കാര്യത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക. അവൻ എന്ത് വൃത്താന്തങ്ങളാണോ നമ്മെ അറിയിച്ചത് അത് സന്ദേഹമൊട്ടുമില്ലാതെ സത്യപ്പെടുത്തുകയും അതിന്റെ താല്പര്യത്തിന് കീഴ്പ്പെടുകയും ചെയ്യുക. വൽ ബറാഅതു മിനശ് ശിർക്കി വഅഹ്ലിഹി, ഇസ്ലാമിന്റെ നിർവചനത്തിൽ ഇതുകൂടിയുണ്ട്. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅഹ് വൽ ബറാഅതു മിനശ് ശിർക്കി വഅഹ്ലിഹി. എന്നാൽ ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്കും കൂടെ വീതം വെക്കുന്നു. അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന ഇബാദത്തുകളിൽ മറ്റു ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും കൂട്ടിക്കലർത്തുന്നു. അങ്ങനെയുള്ള ശിർക്കിൽ നിന്നും ആ ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നും പൂർണ്ണമായി
ഒഴിവ് കഴിവ് പറഞ്ഞ് മാറി നിൽക്കുക, അവരെ വെടിയുക, അവരെ മറ്റൊരു ഭാഗത്താക്കി അതിൽ നിന്ന് ഓടിപ്പോവുക. എന്നിട്ട് തൗഹീദിലേക്ക്, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് നമ്മൾ വ്യക്തമായും ചായുക, അതിൽ നമ്മൾ ചേരുക. ഈ 3 കാര്യത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ കാര്യമാണ്. അൽ-ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ-ഇൻഖിയാദു ലഹു ബിത്ത്വാഅ വൽ-ബറാഅതു മിനശ്ശിർക്കി വഅഹ്ലിഹി. അള്ളാഹിന്റെ തൗഹീദ് ഉയർത്തിപ്പിടിച്ച് തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അവന് സർവദാ കീഴ്പ്പെടുക. വൽ-ഇൻഖിയാദു ലഹു ബിത്ത്വാഅ, അവൻ പറഞ്ഞിട്ടുള്ള വിധിവിലക്കുകളുണ്ടല്ലോ, കൽപ്പനാവിലക്കുകളും വൃത്താന്തങ്ങളും ഉണ്ടല്ലോ, വൃത്താന്തങ്ങൾ സത്യപ്പെടുത്തിയും വിധിവിലക്കുകൾ അനുസരിച്ചും അതിന് കീഴ്പ്പെട്ടും അവന് വഴങ്ങുക എന്നുള്ളതാണ്. വൽബറാഅതു മിനശ്ശിർക്കി വഅഹ്ലിഹി, എന്നാൽ ഈ ഇബാദത്ത് നിർവഹിക്കുന്നതിൽ ശിർക്ക് കലർത്തുന്ന ആളുകൾ അള്ളാഹു അല്ലാത്തവർക്കും ഇബാദത്ത് ചെയ്യുന്നു, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന കർമ്മങ്ങളിൽ മറ്റു ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും കൂട്ടിക്കലർത്തുന്നു. അങ്ങനെയുള്ള ഷിർക്കിൽ നിന്നും, അത് ചെയ്യുന്ന ഷിർക്കിന്റെ ആളുകളിൽ നിന്നും ഒഴിഞ്ഞേക്കുക, തീർത്തും ഒഴിഞ്ഞു നിൽക്കുക, അവരെ വിട്ടേക്കുക, അവരിൽ നിന്ന് ഒഴിവ് പറഞ്ഞിട്ട് മാറി നിൽക്കുക. ഇങ്ങനെ ഇസ്തിസ്ലാം നടത്തുന്ന, ഇസ്ലാം അംഗീകരിക്കുന്ന മുസ്ലിങ്ങളിൽ ഒന്നാമത്തവനാണ് ഞാൻ. ഇനി ഒന്നാമനാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒന്നാമനാകുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നാമനാകാൻ പറയുന്നു. അതിന്റെ അർത്ഥം ഇത് അള്ളാഹുവിന് ഇസ്തിസ്ലാം നടത്തുന്ന, ഇൻഖിയാദ് നടത്തുന്ന, ശിർക്കിൽ നിന്നും മുശ്രിക്കുകളിൽ നിന്നും ബറാഅത്ത് രേഖപ്പെടുത്തുന്ന ആദ്യത്തെ ആള് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിക്ക് മുമ്പ് വേറെ ആരുമില്ല, വേറെ ആരും മുസ്ലിമായിട്ടില്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് താൻ ജീവിക്കുമ്പോൾ അള്ളാഹുവിനുള്ള ഈ സമർപ്പണത്തിന്റെ വിഷയം വരുമ്പോൾ വേറുള്ളവരൊക്കെ ചെയ്തിട്ട് പിന്നെ അതിന്റെ പിറകിൽ ഞാനും പോകാം എന്ന് കരുതരുത്. മറ്റുള്ളവർ ആരെങ്കിലും അത് സ്വീകരിച്ചുവോ ഇല്ലയോ എന്ന പരിഗണന കൂടാതെ ഈ ഇസ്തിസ്ലാമിലേക്ക് ആദ്യം വരുന്നവൻ ഞാനായിരിക്കണം എന്നുള്ളതാണ് അവ്വലുൽ മുസ്ലിമീൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് ഈ തൗഹീദ് പ്രബോധനം ചെയ്യുന്ന നബിയാകയാൽ നബി ആദ്യത്തെ വ്യക്തിയായി കാണിച്ചു കൊടുക്കണം. അൽ-ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അള്ളാഹുവിന്റെ തൗഹീദ് ഉയർത്തിപ്പിടിച്ച് അവന് സർവ്വതാ കീഴ്പ്പെടുന്നവനിൽ ആദ്യത്തവൻ ഞാനാണെന്ന് പറഞ്ഞ് മാതൃക കാണിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ കൽപ്പനാവിലക്കുകളും അവന്റെ വൃത്താന്തങ്ങളും പൂർണ്ണ മനസ്സോടു കൂടിയിട്ട് സ്വീകരിക്കുന്ന, അതിന് വഴങ്ങുന്നവനിൽ ആദ്യത്തവൻ ഞാനാണ് എന്ന് കാണിച്ചു കൊടുക്കണം. അതല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ചെയ്തു വന്നിട്ട് കൂട്ടത്തിൽ ഞാനും ചേരാം എന്നുള്ള നിലപാടല്ല വേണ്ടത്. അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്ന, അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഇബാദത്തുകളിൽ മറ്റു ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും കലർത്തുന്ന ആളുകൾ, അവരെ വിട്ടൊഴിയുന്നതിൽ ശങ്കിച്ചു നിൽക്കാതെ ആദ്യം വിട്ടൊഴിഞ്ഞു പോരുന്നവൻ ഞാനായിരിക്കണം. ഈ സത്യത്തോടുള്ള ഈ പ്രതിബദ്ധതക്ക്, അതിലേക്ക് ആദ്യം എടുത്തു വരുന്ന ആളായിരിക്കാനുള്ള ഈ ഉന്മുഖത്വത്തിന് പറയുന്ന പേരാണ് അവ്വലുൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളിൽ ആദ്യത്തെ ആള് ഞാനാണ്. ഞാൻ ചുറ്റുപാട് നോക്കാൻ നിൽക്കുന്നില്ല. മറ്റുള്ളവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നിട്ട് അവസരത്തിനനുസരിച്ചിട്ട് അവരൊക്കെ പാട് മാറുകയാണെങ്കിൽ അപ്പൊ അവരുടെ കൂടെ മാറാം എന്ന് വിചാരിക്കരുത്. മറിച്ച് ഈ സത്യം നമുക്ക് വന്നു കിട്ടിയാൽ അത് സ്വീകരിക്കുന്നവരിൽ ആദ്യത്തെ വ്യക്തിയായിരിക്കണം. ആ സത്യത്തിന് സമർപ്പണം നടത്തുന്നതിൽ
ആദ്യ വ്യക്തിയായിരിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനാവിലക്കുകൾ മാനിക്കുന്നതിൽ ആദ്യ വ്യക്തിയായിരിക്കണം. ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന്, അവരുടെ ശിർക്കിൽ നിന്ന് അവരുടെ വ്യാജദൈവങ്ങളെ, ആ വ്യാജദൈവങ്ങളെയും ആ വ്യാജദൈവങ്ങൾക്ക് ശിർക്ക് ചെയ്യുന്ന അവരുടെ ആരാധകരെയും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശിർക്കിനെയും തള്ളിപ്പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരിൽ ആദ്യത്തവൻ നമ്മളായിരിക്കണം. ഇതാണ് അവ്വലുൽ മുസ്ലിമീൻ. അല്ലാമത്തു സഅദി നൽകിയിട്ടുള്ള വ്യാഖ്യാനം വായിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് നബിയോട് അവ്വലുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ പ്രഥമൻ, ഒന്നാമത്തവൻ ആയിരിക്കാൻ വേണ്ടി പറയുന്നത്? ഉമിർത്തു ഞാൻ ആയിരിക്കണം, ലിയൻ അക്കൂന ഞാൻ ആയിരിക്കണം എന്നത് എനിക്ക് കൽപ്പനയുണ്ട് എന്നാ പറഞ്ഞത്. അവ്വലുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ ആദ്യത്തെ വ്യക്തിയാകണം എന്നത് എനിക്ക് അള്ളാഹുവിന്റെ കൽപ്പനയുള്ള കാര്യമാണ്. ലിഅന്നി കാരണം ഞാൻ, അദ്ദാഇ ഞാനാണ് ജനങ്ങളെ വിളിക്കുന്നവൻ. ദഅ യദ്ഉ ഇസ്മുൽ ഫാഇൽ അദ്ദാഇ ഞാനാണ് വിളിക്കുന്നവൻ. അൽ ഹാദി ലിൽ ഖൽഖ് ജനങ്ങൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നവൻ ഞാനാണ്. കാരണം ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദിക്ർ ഇറക്കിത്തന്നത് എനിക്കാണ്. ആ ദിക്ർ ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഞാനാണ്, അവരെ അതിലേക്ക് ക്ഷണിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ അൽ ഹാദി ലിൽ ഖൽഖ് ഇലാ റബ്ബിഹിം സൃഷ്ടികളെ മുഴുവനും അള്ളാഹുവിലേക്ക് വഴി ചേർക്കുന്നത് ഞാനാണ് എന്നതിനാൽ എന്നോട് അള്ളാഹു കൽപ്പിച്ചത് അന്നകൂന അവ്വലൽ മുസ്ലിമീൻ. ആ വിധത്തിൽ അള്ളാഹുവിന് സമർപ്പിക്കുന്ന, അള്ളാഹുവിന് വഴിപ്പെടുന്ന, ഷിർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നും അവർ ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഈ കള്ളദൈവങ്ങളിൽ നിന്നും ബറാഅത്ത് പറയുന്ന, ഒഴിഞ്ഞു നിൽക്കുന്ന, ഒഴിവ് പറഞ്ഞ് മാറിപ്പോരുന്ന ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കണം. ഫയഖ്തലി ജനങ്ങളെ ഈ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നു. ഖൽഖിനെ, അള്ളാഹുവിന്റെ പടപ്പുകളെ അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കുന്നു എന്നതിനാൽ ഫയഖ്തലി ഈ സ്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദഅവതു ഇലല്ലാഹ് വഹിദായത്തുൽ ഖൽഖി ഇലാ റബ്ബിഹിം അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത്, അള്ളാഹുവിന്റെ പടപ്പുകളെ അവനിലേക്ക് ചേർക്കുക, വഴി ചേർക്കുക എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നതിനാൽ അത് താല്പര്യപ്പെടുന്നത്, ഫയഖ്തലി ഈ വസ്തുത താല്പര്യപ്പെടുന്നത് അന്നീ ഞാനായിരിക്കണം, അവ്വലു മൻ ഇത്തമറ ബിമാ അമറ ബിഹി അവ്വലു മൻ ഇത്തമർ ആ കൽപ്പന സ്വീകരിച്ചവരിൽ ആദ്യത്തവൻ ഞാനായിരിക്കണം, അവ്വലായിരിക്കണം. അന്നീ എന്ന് പറയുന്നത് തഅ്കീദിന് വേണ്ടിയുള്ളതാണ്. അന്ന അതിന്റെ ഇസ്മാണ് യാ ഉൽ മുത്തക്കല്ലിം. ഞാനായിരിക്കണം, തീർച്ചയായും ഞാനാകണം. ഞാൻ എന്താകണം? അവ്വലു ബിറഫ്ഇൽ ഖബർ, അത് അന്നയുടെ ഖബറാണ്. അതുകൊണ്ട് അതിന് റഫ് കൊടുത്തു വായിക്കണം. ഞാൻ ഒന്നാമത്തവനാകണം. ആരിൽ ഒന്നാമത്തവൻ? മനി ഇത്തമറ ബിമ അമറ ബിഹി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യം, ആ കൽപ്പനകൾ സ്വീകരിക്കുന്നവരിൽ ഒന്നാമത്തവൻ ഞാനാകേണ്ടതുണ്ടല്ലോ. കാരണം ജനങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കുന്നത് ഞാനാണ്, ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നത് ഞാനാണ് അദ്ദാഇ, ഞാനാണ് അൽ ഹാദി ലിൽ ഖൽഖി ഇലാ റബ്ബിഹിം. അതുകൊണ്ട് തന്നെ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് സ്വീകരിക്കുന്നവരിൽ ആദ്യത്തെ ആള് ഞാനാകണം. വ അവ്വലു മൻ അസ്ലം അള്ളാഹുവിന് സർവഥാ കീഴ്പ്പെട്ടിട്ടുള്ളവരിൽ, ആ സർവഥാ സമർപ്പിക്കുന്നവരിൽ ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കണം. വഹാദൽ അംർ ഈ കാര്യം, അഥവാ അള്ളാഹുവിനുള്ള സമർപ്പണത്തിൽ ഒന്നാമനാവുക എന്നുള്ളത്, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് പാലിക്കുന്നതിൽ ഒന്നാമത്തവനാകുക എന്നുള്ളത്. അൽ ഇത്തിമാറു ബിമാ അമറ ബിഹി, ഇത്തിമാർ എന്നുള്ള വാക്ക് പരിചയമുള്ളതാണ്. അമറ കൽപ്പിച്ചു, അമ്രുൻ കൽപ്പന,
അമറ എന്നതിന്റെ ഇഫ്താല വസനാണ് ഈ ഇത്തമറ. അപ്പോ ഇഫ്താല വസനിലേക്ക് ഒരു ക്രിയയെ നമ്മൾ മാറ്റിയാൽ ഇഫ്താല വസനിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥഭേദം, അത് ആ പ്രവൃത്തി തത്വാബു ആയിട്ട് സ്വയം നിലക്ക് അതങ്ങോട്ട് ഉൾക്കൊണ്ട് ചെയ്യുക എന്നുള്ളതുണ്ടാവും. ആ അർത്ഥാണ് അതിന് വരിക, തത്വാബുവിന്റെ അർത്ഥാണ് വരിക. ഞാൻ അതിന് വഴങ്ങി, അത് ഞാൻ സ്വീകരിച്ചു, ആ കൽപ്പന ഉൾക്കൊണ്ടു. അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കൽപ്പന ഏതാണോ അതിന് ഞാൻ വഴങ്ങിക്കൊടുക്കുന്നു, ആ കൽപ്പന ഞാൻ ഉൾക്കൊള്ളുന്നു, ആ കൽപ്പന ഞാൻ ശിരസ്സാ വഹിക്കുന്നു. അങ്ങനെ അള്ളാഹു നൽകിയിട്ടുള്ള കൽപ്പനകൾ ശിരസ്സാ വഹിക്കുന്നവരിൽ ആദ്യത്തവൻ ഞാനാകണം. ബിമ അമറബിഹി, അവൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നവരിൽ, അതനുസരിക്കുന്നവരിൽ ആദ്യത്തവൻ ഞാനാകണം. വ അവ്വലു മൻ അസ്ലം, അള്ളാഹുവിന് സർവഥാ കീഴ്പ്പെടുന്നവരിൽ ആദ്യത്തവൻ ഞാനാകണം. എന്തുകൊണ്ട്? കാരണം ഞാനാണ് മറ്റുള്ളവർക്ക് ഈ കാര്യത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്. അതിനുള്ള നിയോഗം എനിക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനാണ് അദ്ദാഇ, ഈ വിഷയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവൻ. വൽഹാദി ലിൽ ഖൽഖി ഇലാ റബ്ബിഹിം, ജനങ്ങളെ മുഴുവനും അവരുടെ റബ്ബിലേക്ക് വഴി ചേർക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഞാനാണ്. അപ്പൊ ഞാൻ ആ കാര്യത്തിലേക്ക് അവരെ ക്ഷണിക്കുമ്പോൾ അതാദ്യം ചെയ്യേണ്ടത് ഞാനാണ്. അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ആദ്യം സമർപ്പിക്കുന്നവൻ ഞാനായിരിക്കേണ്ടതുണ്ട്. വഹാദൽ അംർ, ഈ കാര്യം അഥവാ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅ വൽ ബറാഅത്തു മിനശ് ശിർക്കി വഅഹ്ലിഹി, ഈ 3 കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഇസ്തിസ്ലാം. ആ ഇസ്തിസ്ലാം അതാണ് ഇവിടെ അംർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹാദൽ അംർ, ഈ ഇസ്തിസ്ലാം, അള്ളാഹുവിനുള്ള ഈ സമർപ്പണം, ലാ ബുദ്ദ മിൻ ഈഖാഇഹി, അത് സാക്ഷാത്കരിക്കൽ അനിവാര്യമാണ്. ലാബുദ് നിർബന്ധാണ്, ഒഴിവ് കഴിവില്ലാത്തതാണ്. മിൻ ഈഖാഇഹി, അത് സംഭവിപ്പിക്കണം, അത് സാക്ഷാത്കരിച്ചിരിക്കണം. വഖഅ എന്ന് പറഞ്ഞാൽ സംഭവിച്ചു, വീണു, സംഭവിച്ചു, നടന്നു എന്നൊക്കെയാണ്. ഔഖഅ യൂഖിഉ എന്ന് പറഞ്ഞാൽ നടത്തി, സംഭവിപ്പിച്ചു, യാഥാർത്ഥ്യമാക്കി തീർത്തു, സാക്ഷാത്കരിച്ചു എന്നൊക്കെ അപ്പൊ നമ്മൾ അതിനർത്ഥം പറയും. ഈ കാര്യത്തെ ഒരു സംഭവ യാഥാർത്ഥ്യമാക്കി തീർക്കൽ നിർബന്ധമാണ്. അത് ഒഴിവ് കഴിവില്ലാത്ത കാര്യമാണ്. മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈ കാര്യം നടന്നിരിക്കണം, സംഭവിച്ചിരിക്കണം. അത് സംഭവിച്ചിട്ടേ നബിക്ക് മറ്റുള്ളവരെ അതിലേക്ക് വിളിക്കാൻ പറ്റൂ. നബിയെ മുഴുവൻ സൃഷ്ടികളെയും ഇതിലേക്ക് വിളിക്കാനായി നിയോഗിച്ചിട്ടുള്ളവനാണ് മുഹമ്മദ് നബി. അപ്പോൾ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അത് നബിയിൽ യാഥാർത്ഥ്യമായി തീരണം. വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅ, അത് നബിയിൽ യാഥാർത്ഥ്യമായി തീരണം. വൽ ബറാഅത്തു മിനശ് ശിർക്കി വഅഹ്ലിഹി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈഖാഅ് നടത്തണം, അത് സാക്ഷാത്കരിച്ചിരിക്കണം. മുഹമ്മദ് നബി മാത്രമല്ല, വമിമ്മൻ സഅമ അന്നഹു മിൻ അത്ബാഇഹി, വമിമ്മൻ സഅം, ഈ കാര്യം യാഥാർത്ഥ്യമാക്കി തീർക്കേണ്ടതാണ്. ഒന്ന് മുഹമ്മദ് നബിയിൽ അത് സംഭവം, അത് യാഥാർത്ഥ്യമാക്കി തീർക്കണം. അതുപോലെ തന്നെ വമിമ്മൻ, ഒരുത്തരിൽപ്പെട്ടവനും, സഅമ, അവൻ വാദിക്കുന്നു, അന്നഹു മിൻ അത്ബാഇഹി, തീർച്ചയായും അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണ്, നബിയെ പിന്തുടരുന്നവനാണ്. അപ്പൊ നബിക്കെന്നത് പോലെ നബിയെ പിന്തുടരുന്ന നബിയുടെ അനുയായികൾക്കും ഇത് നിർബന്ധമാണ്, ഒഴിവ് കഴിവില്ലാത്തതാണ്. എന്താണ് ഒഴിവ് കഴിവില്ലാത്ത നിർബന്ധമായ കാര്യം? ഈ ഖാഉഹു, ഇതിനെ ഒരു സംഭവ യാഥാർത്ഥ്യമാക്കണം. ഇതിനെ എന്ന് പറഞ്ഞാൽ ഏതാണ്? അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅ വൽ ബറാഅത്തു മിനശ് ശിർക്കി വഅഹ്ലിഹി, ഇതാണ് കാര്യം. അത് നമ്മൾ എലോബറേറ്റ് ചെയ്തു. അഥവാ അതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ, അതിനെ നമ്മൾ പോപ്പപ്പ് ചെയ്തു വന്നിട്ടുള്ള ഈ കാര്യത്തെ നമ്മൾ ചുരുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം? അത് ഇസ്ലാം എന്ന് പറയും.
ഈ ഇസ്ലാം ഉൾക്കൊള്ളുന്ന ആദ്യ വ്യക്തി ഞാനാകണം. മറ്റുള്ളവരെ വിളിക്കുന്നവൻ ഞാനാണല്ലോ, അതുകൊണ്ട് ഞാൻ വിളിക്കണതിന്റെ മുമ്പ് ഞാൻ ആദ്യം ഇസ്ലാം ചെയ്തിരിക്കണം. അത് എൻ്റെ ജീവിതത്തിൽ സംഭവ യാഥാർത്ഥ്യമാക്കണം. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ അത് സംഭവ യാഥാർത്ഥ്യമാക്കണം. ആദ്യത്തെ ഇസ്ലാം, ആദ്യത്തെ മുസ്ലിം മുഹമ്മദ് നബി ആവണം. മുഹമ്മദ് നബിയുടെ അനുയായിയാണ് എന്ന് പറയുന്ന യാതൊരുവനും അവന്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാക്കി തീർക്കണം. അത് യാഥാർത്ഥ്യമാക്കി തീർക്കുന്നവൻ അവനായിരിക്കണം. ഫലാ ബുദ്ദ മിനൽ ഇസ്ലാം. അതുകൊണ്ട് ഒന്നുകൂടി വ്യക്തമാക്കുന്നു, ലാ ബുദ്, ഒഴിവ് കഴിവില്ലാത്തതാണ്. ലാ ബുദ്, നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. മിനൽ ഇസ്ലാം, ഒഴിവ് കഴിവില്ലാത്ത കാര്യം ഈ ഇസ്തിസ്ലാം ആണ്. സർവദാ കീഴ്പ്പെടുക എന്നുള്ളതാണ്. അത് ആർക്ക്? അള്ളാഹ്ക്ക് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ, കീഴ്പ്പെടുമ്പോൾ ഏതെങ്കിലും രൂപത്തിൽ മറ്റു താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ കലർത്തുകയോ ഒരംശമോ അല്ലെങ്കിൽ ഭാഗമോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. അവന്റെ ഏകത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കീഴ്പ്പെടണം. അവൻ അത് കീഴ്പ്പെടുമ്പോൾ അവൻ പറഞ്ഞതുപോലെ അവൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കീഴ്പ്പെടണം. അവന് വഴിപ്പെടുക എന്നുള്ളത്, അവന് വഴിപ്പെടണം. പറഞ്ഞ കൽപ്പനകൾ അംഗീകരിച്ച്, വിലക്കുകൾ മാനിച്ച്, വൃത്താന്തങ്ങൾ സത്യപ്പെടുത്തി അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ ജീവിതം നമ്മൾ വഴങ്ങിക്കൊടുക്കണം. അതിന് വിരുദ്ധമാകുന്ന എല്ലാ തരത്തിലുള്ള ശിർക്കിൽ നിന്നും, ശിർക്കിന്റെ ആളുകളിൽ നിന്നും, വ്യാജദൈവങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടൊഴിയണം. അതിനാൽ ഫലാബുദ്ദ മിനൽ ഇസ്ലാം ഫിൽ അഅ്മാലിൽ ളാഹിറ, പ്രത്യക്ഷത്തിൽ കാണുന്ന ബാഹ്യമായ കർമ്മങ്ങളിൽ അള്ളാഹുവിനുള്ള സമർപ്പണം നിർബന്ധമാണ്. പിന്നെ അവിടെ അള്ളാഹ്ക്ക് മാത്രമായിട്ട് ഈ കാര്യങ്ങൾ ബാഹ്യമായി നമ്മൾ ചെയ്യുന്ന, നമ്മുടെ ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന, മറ്റൊരാൾക്ക് കാണാവുന്ന ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ, പ്രത്യക്ഷമായ കാര്യങ്ങളിൽ അള്ളാഹുവിനുള്ള സമർപ്പണം, പൂർണ്ണമായ സമർപ്പണം അനിവാര്യമാണ്. വൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ ഇഖ്ലാസ് വരുത്തലും നിർബന്ധമാണ്. തനിച്ചാക്കണം. ആർക്ക്? ലില്ലാഹി, അള്ളാഹുവിന്, അവനെ മാത്രമാക്കണം. വേറെ എന്തെങ്കിലും ഒരു ലക്ഷ്യം, മോശമായ മറ്റൊരു ലക്ഷ്യം, ഏതെങ്കിലും ഒരു ലക്ഷ്യം പിന്നെ അതിൽ കലരാൻ പാടില്ല, വേറൊരു താല്പര്യം പാടില്ല. അത് ഫിൽ അഅ്മാലിൽ ളാഹിറ വൽ ബാത്തിന, അവന്റെ പ്രത്യക്ഷമായ കർമ്മങ്ങളിലും അവന്റെ പരോക്ഷമായ കർമ്മങ്ങളിലും. ചില കാര്യങ്ങൾ ലാഹിറത്താണ്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന പല കർമ്മങ്ങളും ലാഹിറത്താണ്. 5 നേരത്തെ നമസ്കാരം, അത് നമുക്ക് സ്വകാര്യമായി ചെയ്യാൻ പറ്റില്ല. അത് പരസ്യമാണ്. ഹജ്ജ് എന്നുള്ളത് ഒരാൾക്കും സ്വകാര്യമായി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, അത് പരസ്യമാണ്. സക്കാത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും കിട്ടുന്ന ആൾക്കെങ്കിലും, കൊടുക്കുന്ന ആളും കിട്ടുന്ന ആളും രണ്ടാളെങ്കിലും ഉണ്ടാവണം, അവരെങ്കിലും അറിഞ്ഞേ പറ്റൂ. ഇങ്ങനെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ലാഹിറത്തായ അഅ്മാലുകൾ, പ്രത്യക്ഷമായ പ്രവർത്തനങ്ങൾ, ബാഹ്യമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഇഖ്ലാസ് വരുത്താം. അള്ളാഹ്ക്ക് മാത്രമേ അത് കൊടുക്കുന്നുള്ളൂ. അതിൽ മറ്റു താല്പര്യങ്ങളോ കളങ്കങ്ങളോ ലക്ഷ്യങ്ങളോ കലരാൻ പാടില്ല എന്നുള്ളത്. വൽ ബാത്തിന, അതുപോലെ തന്നെ വൽ അഅ്മാൽ അല്ലാഹിറ വൽ ബാത്തിന, ആന്തരികമായ കാര്യങ്ങളിലും. ആന്തരികമായ കാര്യങ്ങളിൽ ഒന്നാമത്തേത് അന്നിയ്യ, നിയ്യത്താണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്നമൽ അഅ്മാൽ ബിന്നിയ്യ, ബിന്നിയ്യാത്ത്. പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന ബാഹ്യമായ പ്രവർത്തനങ്ങൾ, ആ ബാഹ്യമായി കാണുന്ന പ്രവർത്തനങ്ങൾ തന്നെ പരിഗണിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിയ്യത്ത് മഹല്ലുഹ അൽ ഖൽബ്, അത് നമ്മുടെ കൽബിലുള്ളൊരു കാര്യമാണ്. അത് നവൈത്തു 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 എന്ന് പറഞ്ഞിട്ട് നാവ് കൊണ്ട് പറയേണ്ടതല്ല, അത് പുറമെ പ്രകടിപ്പിക്കേണ്ടതല്ല. അങ്ങനെ എത്ര കാര്യങ്ങൾ, നിയ്യത്ത് മാത്രമല്ല, സ്വകാര്യമായി നമ്മൾ ചെയ്യേണ്ട, മറ്റാരും അറിയാതെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട എത്ര കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ അത് അള്ളാഹ്ക്ക് മാത്രം ചെയ്യുന്നു. അതിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ കൂട്ടിക്കലർത്തുന്നുമില്ല. ലാഹിറത്തായ പ്രവർത്തനങ്ങളിൽ ഇസ്ലാമും, ബാത്തനത്തായ ലാഹിറത്തും ബാത്തനത്തുമായ മുഴുവൻ കാര്യങ്ങളിലും ഇഖ്ലാസും വരുത്തൽ നിർബന്ധമാണ്. ഇതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ ശ്രദ്ധയിൽ വേണ്ടത്,
ഇത് നമ്മൾ ഒരു പക്ഷമാണെങ്കിൽ നമസ്കാരത്തിൽ ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ലുകയാണെങ്കിൽ, അതല്ലാതെ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ ഈ ആശയം ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. അതിലൂടെ നമ്മൾ ഒരു മുഅ്മിനായ മനുഷ്യൻ പലപ്പോഴായി കടന്നു പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കാര്യം ആവർത്തിക്കപ്പെടാൻ അള്ളാഹു തീരുമാനിച്ചത്? കാരണം അത് അവരോട് അവൻ കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ 2 കാര്യമാണ് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത്. ഒന്ന്, മാ ഹുവൽ ഇസ്ലാം. ഞാൻ മുസ്ലിമാണ്, എൻ്റെ കൈവശമുള്ളത് ഇസ്ലാമാണ്. മുഹമ്മദ് നബി മുസ്ലിമാണ്, മുഹമ്മദ് നബി പ്രബോധനം ചെയ്തത് ഇസ്ലാമാണ്. ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി മുസ്ലിമാണ്, ഇബ്രാഹിം നബി പ്രബോധനം ചെയ്തത് ഇസ്ലാമാണ് എന്നെല്ലാം പറയുമ്പോൾ ആ ഇസ്ലാമിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, വ്യക്തമായി നിർവചിച്ചു തന്നു. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅ വൽ ബറാഅതു മിനശ്ശിർകി വഅഹ്ലിഹി. ഞാൻ അൽ ഇസ്തിസ്ലാം ലില്ലാഹി ബിത്തൗഹീദ്, അള്ളാഹുവിന് സർവഥാ കീഴ്പ്പെടുന്നു, അവനല്ലാതെ മറ്റാർക്കും ഈ ഇസ്ലാം നൽകുന്നില്ല. അതാണ് തൗഹീദ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്. അള്ളാഹനെ മാത്രമാക്കി അവന്റെ ഏകത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവന് സർവഥാ കീഴ്പ്പെടുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത് വൽഇൻഖിയാദു ലഹു ബിത്ത്വാഅ, അവൻ നമ്മളോട് അവന് കീഴ്പ്പെടണം എന്ന് പറയുമ്പോൾ എങ്ങനെ കീഴ്പ്പെടണം, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്ത് കീഴ്പ്പെടണം എന്ന് അവൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ അതിന് മുഴുവനും വഴങ്ങിക്കൊണ്ട് കൽപ്പനകൾ അനുസരിക്കണം, വിലക്കുകൾ മാനിക്കണം, അവൻ അറിയിച്ചു തന്നിട്ടുള്ള വൃത്താന്തങ്ങൾ സ്വീകരിക്കണം, അതിന് യാതൊരു വിമ്മിഷ്ടവുമില്ലാതെ യാതൊരു ശങ്കയും കൂടാതെ അതിന് കീഴ്പ്പെടണം. ആ രൂപത്തിലാണ് അള്ളാഹ് ഇബാദത്ത് ചെയ്യേണ്ടത്. വൽ ബറാഅതു മിനശ്ശിർകി വഅഹ്ലിഹി. എന്നാൽ ഇതിൽ വീഴ്ച വരുത്തുന്ന മുശ്രിക്കുകൾ, അവരിൽ നിന്ന്, അവർ ചെയ്യുന്ന ഷിർക്കിൽ നിന്ന്, അവരുടെ വ്യാജ ദൈവങ്ങളിൽ നിന്ന് ഒഴിവാകുക, എനിക്കതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് ബറാഅത്ത് പറയാ. അതാണ് ഇസ്ലാം എന്നതിന്റെ അർത്ഥം. അതിന്റെ നിർവചനം അതാണ്. അങ്ങനെയുള്ള ഇസ്ലാം അനുവർത്തിക്കുന്നവരിൽ ഒന്നാമത്തവനാണ് ഞാൻ. അവ്വലുൽ മുസ്ലിമീൻ, അവ്വലുൽ മുസ്ലിമീൻ, അവ്വലുൽ മുസ്ലിമീൻ എന്നുള്ളത് ഖുർആനിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണ്, ഒരു ഖുർആനികമായ ശൈലി തന്നെയാണത്. എന്താണ് അവ്വലുൽ മുസ്ലിമീൻ? എനിക്ക് മുമ്പ് ഒരുപാട് അവ്വലുൽ മുസ്ലിമീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നും ഞാൻ അവ്വലുൽ മുസ്ലിം ആകുന്നതിന് തടസ്സമല്ല. ഞാൻ അവ്വലുൽ മുസ്ലിമീനാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തൗഹീദ് അംഗീകരിച്ച് അള്ളാഹുവിന് സർവ്വതാ സമർപ്പിക്കുക, അവന് വഴങ്ങുക, ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളിൽ നിന്നും അവരുടെ ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യാജ ദൈവങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒഴിയുക എന്ന് പറയുന്നതിന് ഞാൻ കാത്തു നിൽക്കില്ല. മറ്റുള്ളവരൊക്കെ വരുന്നോ സ്വീകരിക്കുന്നോ എന്ന് കാത്തു നിൽക്കില്ല. അതിലേക്ക് ആദ്യം ഇറങ്ങുന്ന, അതാദ്യം വരിക്കുന്ന, അതാദ്യം വഹിക്കുന്ന, അതാദ്യം നെഞ്ചേറ്റുന്ന വ്യക്തി ഞാനായിരിക്കും. മുഹമ്മദ് നബി ഇത് പഠിപ്പിക്കാൻ വേണ്ടി വന്നവനാണ്. അതുകൊണ്ട് ഇത് ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നവൻ ഞാനാണ്. അങ്ങനെ ഞാൻ ആദ്യമായി അത് ചെയ്യുന്നവൻ ഞാനായിരിക്കണം എന്നത് മുഹമ്മദ് നബിക്കുള്ള കൽപ്പനയാണ്. മുഹമ്മദ് നബിയുടെ അനുയായികളിൽപ്പെട്ട ഒരാള്, ഞാൻ മുഹമ്മദ് നബി പറയുന്നത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരാള് മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് തക്കം പാർത്തിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ എന്ന് പറയുകയല്ല വേണ്ടത്. ഈ ഇസ്തിസ്ലാമിന് അവരാദ്യം അതിലേക്ക് ഇറങ്ങുന്നത് അവരായിരിക്കണം. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് അവ്വലുൽ മുസ്ലിമീൻ എന്നതിന്റെ താല്പര്യം. ആ വാചകം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. വഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ, എനിക്ക് കൽപ്പനയുണ്ട്. ലിഅൻ അകൂന, എന്തിന്? ഞാൻ ആയിരിക്കണം എന്നതിനുള്ള കൽപ്പന എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായിരിക്കണം? അവ്വലൽ മുസ്ലിമീൻ, അവ്വലൽ മുസ്ലിമീൻ, അള്ളാഹുവിന് സർവദാ സമർപ്പിക്കുന്നവരിൽ ആദ്യത്തവൻ ഞാനായിരിക്കണം. അത് മുഹമ്മദ് നബി ഒന്നാമത്തവനായിരിക്കണം എന്ന് പറയുന്നതിന്റെ സാങ്കത്യം ലിഅന്നി അദ്ദാഇ, കാരണം ഞാനാണ് ദാഴി,
അൽ ഹാദി ലിൽ ഖൽഖി ഇലാ റബ്ബിഹിം, പടപ്പുകൾ അവരെ റബ്ബിലേക്ക് വഴി ചേർക്കാൻ വന്നിട്ടുള്ളവൻ ഞാനാണ് എന്നതാണ് അതിന്റെ കാരണം. ഫയഖ്തളി, ഞാൻ അതിനു വേണ്ടി വന്നവനാണ്, ദാഇയാണ്, ഹാദിയാണ് എന്നുള്ള ഈ കാര്യം താല്പര്യപ്പെടുന്നത് അന്നി ഞാനായി തീരേണ്ടതുണ്ട്. അവ്വല മൻ ഇത്തമറ ബിമാ അമറ ബിഹി, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ ആ കൽപ്പനകൾ സ്വീകരിക്കുന്ന ആദ്യ വ്യക്തി ഞാനാകണം. അതുപോലെ തന്നെ അവ്വലു മൻ അസ്ലം, ആദ്യമായി അള്ളാഹുവിന് സമർപ്പിക്കുന്ന വ്യക്തി ഞാനായിരിക്കണം. വഹാദൽ അംർ, ഈ അള്ളാഹുവിന്റെ കൽപ്പനാവിലക്കുകൾ സ്വീകരിക്കുകയും അവന് സർവദാ സമർപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി ഞാനായിരിക്കണം എന്നുള്ള ഈ കാര്യം ലാബുദ്ദ മിൻ ഇഖാഇഹി, അതൊരു സംഭവ യാഥാർത്ഥ്യമാക്കി തീർക്കണം. ആരിൽ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വമിമ്മൻ സഅമ അന്നഹു മിൻ അത്ബാഇഹി, മുഹമ്മദ് നബിയുടെ അനുയായികളിൽ പെട്ടവനാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നവനിലും അവരുടെ ജീവിതത്തിൽ അതൊരു സംഭവ യാഥാർത്ഥ്യമാക്കി പുലർത്തേണ്ടതുണ്ട്. ഫലാ ബുദ്ദ മിനൽ ഇസ്ലാം, അതുകൊണ്ട് സമർപ്പിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അത് പൂർണ്ണമായി സമർപ്പിക്കണം. തൗഹീദ് ഉയർത്തിപ്പിടിച്ച് സമർപ്പിക്കണം. വേറെ ആർക്കും കൊടുക്കരുത്, മറ്റൊന്നും അതിൽ കലരരുത്. അത് ഫിൽ അഅ്മാലിൽ ളാഹിറ, പ്രത്യക്ഷമായ കർമ്മങ്ങളിൽ അത് അനിവാര്യമാണ്. വൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ ഇഖ്ലാസ് വരുത്തണം. അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അള്ളാഹ്ക്കാണ്, വേറെ ആർക്കും കൊടുക്കുന്നില്ല. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ അതിൽ കളങ്കം വരുത്തുന്ന, അതിന്റെ വിശുദ്ധി തകർക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മായങ്ങളോ കലർപ്പുകളോ അതിലേക്ക് കലരാൻ പാടില്ല. അത് ഫിൽ അഅ്മാലിൽ ളാഹിറ വൽ ബാത്തിന, അത് പ്രത്യക്ഷമായ പ്രവർത്തനമാണെങ്കിലും ഇനി പരോക്ഷമായിട്ടുള്ള ആന്തരികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും രണ്ടിലും ഇഖ്ലാസ് നിർബന്ധമാണ്. അതിനുശേഷം അടുത്ത ആയത്തിലേക്ക് പോയി. ഇത് വളരെ പ്രധാനപ്പെട്ടത് കൊണ്ട് വീണ്ടും ആവർത്തിച്ചു. സൂറത്ത് സുമറിൽ വീണ്ടും ആവർത്തിച്ചു. തുടർന്നു കൊണ്ട് പറയുന്ന കാര്യം നോക്കുക. ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം. 13-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു നിലപാടാണ്, ഇതൊരു ദഅവത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് മുറുകെ പിടിക്കുന്ന ഒരു അണുവളവ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ കൃത്യതയോടെ മുറുകെ പിടിക്കുന്ന ഒരു നിലപാടാണ്, ഒരു അടിത്തറയാണ്, അതൊരു വിശ്വാസമാണ്, അതൊരു ജീവിതമാണ്. ഞാൻ മുസ്ലിമാണ്, അതിൽ തന്നെ അവ്വലുൽ മുസ്ലിമീനാണ്. അതിൽ സംശയത്തിന് വകല്ല, അതിൽ ശങ്കിച്ചു നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. അവ്വലാകണം എന്ന് പറയുന്നതോടുകൂടി ആ വിഷയം തീർന്നു. അതിനു പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് തുറന്ന് പ്രഖ്യാപിക്കണം, അതിലൊരു മടിയും വേണ്ട എന്നതിന് ശേഷം പറയുന്നു ഖുൽ, നബിയെ താങ്കൾ പറയണം, ജനങ്ങൾ കേൾക്കെ പറയണം. താങ്കളൊരു ദഅവത്തിന്റെ ആളാണ്, ദാഇയാണ്, താങ്കളൊരു നബിയാണ്, താങ്കൾ അവ്വലുൽ മുസ്ലിമീനായിരിക്കേണ്ടവനാണ്. അതിനാൽ താങ്കൾ പറയണം, ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം, തീർച്ചയായും ഞാൻ അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, ഇൻ അസൈതു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ ധിക്കരിച്ചു പോയി എങ്കിൽ, ഞാൻ ഭയപ്പെടുന്നു, എൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നു. ഏത് കേസിൽ? ഇൻ അസൈതു, ഇൻ എന്നുള്ളത് എങ്കിൽ എന്നാണ്. അസ എന്നുള്ളത് ക്രിയയാണെങ്കിൽ അതിന്റെ അർത്ഥം ധിക്കരിച്ചു എന്നാണ്. അസ എന്നുള്ളത് ഇസ്മാണെങ്കിൽ അതിന്റെ അർത്ഥം വടി എന്നാണ്. മൂസാ നബിയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടിയെക്കുറിച്ച് ഖുർആനിൽ ധാരാളമായി വന്നിട്ടുണ്ട്. വമാ തിൽക ബിയമീനിക യാ മൂസ ഖാല ഹിയ അസ്വായി അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹ മആരിബ് ഉഖ്റ. അള്ളാഹു മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട്, സീനാ പർവ്വതത്തിൽ വെച്ച് അള്ളാഹുവുമായി കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് തൗറാത്തിന്റെ ഏടുകൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മൂസാ നബിയെ സീനാ പർവ്വതത്തിലേക്ക് അള്ളാഹു വിളിച്ചു. അള്ളാഹുവുമായിട്ട് സന്ധിക്കുന്നു. ആ സമയത്ത് ചോദിക്കുന്നു, വമാ തിൽക ബിയമീനിക്, എന്താണ് നിന്റെ വലത് കൈയിൽ ഇരിക്കുന്നത് യാ മൂസ?
ഖാൽ അദ്ദേഹം പറഞ്ഞത് ഹിയ അസ്വായ്, അത് എന്റെ കൈവശമുള്ളൊരു വടിയാണ്. അസ്വാ, അത് വടിയാണ്. അസ്വായ, എന്റെ വടിയാണ്. അപ്പൊ നാമമായി വരുമ്പോ അത് വടിയെന്നും അല്ലെങ്കിൽ അസ്വാ ആദമു റബ്ബഹു ഫഗവ. സൂറത്തു താഹയിൽ അള്ളാഹു പറഞ്ഞു, ആദമു തന്റെ റബ്ബിന് അനുസരണക്കേട് കാണിച്ചു. അസ്വാ ആദമു ധിക്കാരം കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു. ആരോട് അനുസരണക്കേട് കാണിച്ചു? റബ്ബഹു, തന്റെ റബ്ബിനോട്. ഫഗവ, അത് മുഖേന ആദം അലൈഹിസ്സലാത്തു വസ്സലാം നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോയി. അങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ അസ്വ എന്ന് പറഞ്ഞാൽ ധിക്കരിച്ചു എന്ന ക്രിയയാണ്. അസ്വയിത്തു, അത് വഹിദാൻ മുത്തക്കല്ലിമാണ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഫോമായി. ഇന്ന അസ്വയിത്തു, ഞാനെങ്ങാട്ടും ധിക്കരിച്ചു പോയെങ്കിൽ ഞാൻ ഭയപ്പെടുന്നത് ആരെ ധിക്കരിച്ചാൽ റബ്ബി, എന്റെ റബ്ബിനെ ധിക്കരിച്ചുവെങ്കിൽ ഞാൻ ഭയപ്പെടുന്നു അദാബ യൗമിൻ അദീം, ഭയാനകമായ ഒരു ദിവസത്തെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹുവുമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനമാണ്. ഒന്നാമത്തേത് നിറഞ്ഞ പ്രതീക്ഷമാണ്, തികഞ്ഞ പ്രതീക്ഷമാണ്. രണ്ടാമത്തേത് ഒതുക്കിയാലൊതുങ്ങാത്ത അടങ്ങാത്ത ഭയപ്പാട് വേണം. മൂന്നാമത്തേത് ഈ ഭയപ്പാടും ഈ പ്രതീക്ഷയും ഉള്ളപ്പോൾ നമുക്കവരെ അറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റണം. അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കണം, അങ്ങേയറ്റത്തെ സ്നേഹം. അത് വേറെ ലെവലാണ്. സൃഷ്ടികളോട് കാണിക്കുന്ന ഒരു സ്നേഹവും അതിൽ പെടൂല. അതിനേക്കാളൊക്കെ എത്രയോ മീതയുള്ള മറ്റൊരു ലെവലാണത്. ആ സ്നേഹമുള്ളത് കൊണ്ട്, അവൻ അറിയുന്നത് കൊണ്ട് അവനിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷ വേണം. അതേ സന്ദർഭത്തിൽ അവനെ ധിക്കരിച്ച് അവൻ പറഞ്ഞതെല്ലാം ലംഘിച്ച് താൻ തോന്നിയായി നടക്കുകയാണെങ്കിൽ അവൻ എന്നെ വെറുതെ വിടില്ല, എന്നെ പിടിക്കന്നെ ചെയ്യും എന്നുള്ള അടങ്ങാത്ത, ഒതുക്കി നിർത്താനാവാത്ത ഭയപ്പാട് വേണം. ഇന്നി അഖാഫ്, നിശ്ചയമായും ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഇന്ന അസൈതു റബ്ബി, എന്റെ റബ്ബിനെ എങ്ങാണ്ട് ഞാൻ ധിക്കരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അദാബ യൗമിൻ അളീം, ഒരു ഭയാനകമായ ദിവസത്തെ, യൗമുൻ ദിവസം, അളീമുൻ വലിയ ഭയാനകമായ ഒരു ദിവസത്തെ ശിക്ഷയെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു. അതിവിടെ പറയുന്നതിന്റെ അർത്ഥം തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ തൗഹീദ്, ഈ ഇസ്ലാം, അതിലൊരാൾ വിഘ്നം വരുത്തിയാൽ അയാൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാര്യം ഇതാണെന്ന താക്കീത് കൂടിയാണത്. അതിന് സഅദി നൽകിയ വ്യാഖ്യാനം വളരെ ലളിതമാണ്, വളരെ മനോഹരമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഖുൽ, പറയൂ നബിയെ, ഇന്നി അഖാഫു, നിശ്ചയമായും ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഇൻ അസൈതു റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ ധിക്കരിച്ചു, റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചുവെങ്കിൽ എന്താണ് ഞാൻ ഭയപ്പെടുന്നത്? അദാബ യൗമിൻ അളീം, ഭയാനകമായ ഒരു ദിവസത്തെ ശിക്ഷയെക്കുറിച്ച്. ഫീമ അമറനി ബിഹി മിനൽ ഇഖ്ലാസ് വൽ ഇസ്ലാം, അള്ളാഹുവിനെ ഞാൻ ധിക്കരിച്ചു എന്ന് പറയുന്നത് ഏത് കാര്യത്തിലാണ് ധിക്കാരം വരിക? ഫീമ, ഒരു കാര്യത്തിൽ. അമറനി ബിഹി, അക്കാര്യം കൊണ്ട് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അത് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നതായ കാര്യത്തിൽ ധിക്കാരം വന്നു പോയാൽ എനിക്ക് പേടിയാണ്. അത് ഒന്നുകൂടി വിശദീകരിക്കാം. മിന്നു വെച്ചുകൊണ്ട് ബയാൻ ചെയ്തു. മിനൽ ഇഖ്ലാസ് വൽ ഇസ്ലാം, സമർപ്പണത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, ആ സമർപ്പണത്തിന്റെ വിഷയത്തിലാകട്ടെ വൽ ഇഖ്ലാസ്, നമ്മൾ ദീനായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അത് മുഴുവനും, പരലോകത്ത് വെച്ച് അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും, ആ കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ കൊടുക്കാവൂ, മറ്റാർക്കും കൊടുക്കാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടി അത് സമർപ്പിക്കുമ്പോൾ അതിന്റെ വിശുദ്ധി തകർക്കുന്ന യാതൊരു കളങ്കവും യാതൊരു തരത്തിലുള്ള കലവറയും ഇല്ല, അതിൽ ചേരാതെ, അത് ഒരു കളങ്കമില്ലാതെ, മായമില്ലാതെ വിശുദ്ധമായിട്ട് അള്ളാഹ് ചെയ്യണം. അതാണ് ഇഖ്ലാസ്. ആ ഇഖ്ലാസും ആ ഇസ്ലാമും അതിലെന്റെ അടുക്കൽ അതെന്നോട് കൽപ്പിച്ചതാണല്ലോ, അതിൽ വീഴ്ച വരികയാണെങ്കിൽ
ഞാൻ ഭയപ്പെടുന്നു അദാബ യൗമിൻ അളീം. അഖാഫു എന്നതിന്റെ മഫ്ഊൽ ബിഹിയാണ് അദാബ്, മൻസൂബുൻ ബിൽ ഫത്ഹി ളാഹിറ. അത് മുദാഫാണ്. യൗമിൻ, ഒരു ദിവസത്തെ ശിക്ഷയെക്കുറിച്ച്. ആ ദിവസത്തെ ഒന്ന് വിശേഷിപ്പിക്കാം, വർണ്ണിക്കാം. യൗമുൻ അളീം, ഭയാനകമായ ഒരു ദിവസം. ആ ദിവസം യഖ്ലുദു ഫീഹി മൻ അശ്റക്. അതിന്റെ ഭയാനകത എന്ത് എന്നുള്ളത് അത് നേർക്ക് നേരെ സഅദി അതിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. യഖ്ലുദു ഫീഹി, ആ അദാബിൽ ശാശ്വതമായി കഴിച്ചു കൂട്ടേണ്ടി വരും അവൻ. ആര്? യഖ്ലുദ് എന്ന് പറയുന്നതിന്റെ യഖ്ലുദു ഫീഹി, അതിൽ ശാശ്വതനായി വഹിക്കേണ്ടി വരും. ആര്? മൻ, യാതൊരുവൻ. അശ്റക്, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് അതിൽ നിന്നൊരു വിഹിതം മറ്റേതോ പടപ്പുകൾക്ക് എടുത്തു കൊടുത്തിരിക്കുന്നു. അള്ളാഹുവിന് കൊടുക്കുന്നതിൽ കലരാൻ പാടില്ലാത്ത കലർപ്പുകൾ, മായങ്ങൾ അതതിൽ കലർന്നിരിക്കുന്നു. ഇങ്ങനെ ശിർക്ക്, ഇഖ്ലാസിന്റെ ഭാഗത്തോ ഇസ്ലാമിന്റെ കാര്യത്തിലോ ഉണ്ടാകുന്ന ശിർക്ക്, ആ ശിർക്ക് ചെയ്ത ഒരാൾ ആ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ ഭയപ്പാടിന്റെ നിദാനം യഖ്ലുദു ഫീഹി മൻ അശ്റക്, ആ ശിക്ഷയിൽ, അദാബിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ശാശ്വതരായി കഴിച്ചു കൂട്ടേണ്ടി വരും. വയുആഖബു ഫീഹി മൻ അസ, ആ ശിക്ഷയിൽ, ആ അദാബിൽ, നരകശിക്ഷ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അതിൽ ശിക്ഷിക്കപ്പെടും, അതിൽ കൊണ്ടുപോയി ശിക്ഷിക്കും. മൻ അസ, ആരാണോ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ചത്, അള്ളാഹുവിനെ ധിക്കരിച്ചത്, അവരെ അള്ളാഹു ശിക്ഷിക്കും. ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തുറന്നു പറയാൻ, പ്രഖ്യാപിക്കാൻ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അത് ജാമിഅാണ്, സമഗ്രമാണ്. ആ വിഷയത്തെ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കുന്നു. എനിക്ക് കൽപ്പനയുണ്ട്, ഇബാദത്തുല്ലാഹ്, ഞാൻ ആരാധന ചെയ്യണം. ആർക്ക്? അള്ളാഹുവിന് മാത്രം. ഇബാദത്ത് ചെയ്യൂല എന്ന് പറഞ്ഞ് നിൽക്കാനും പാടില്ല. ഇബാദത്ത് ചെയ്യുമ്പോൾ അത് അല്ലാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള ദൈവങ്ങൾക്ക് അതിൽ നിന്നൊരു അംശം പോലും കൊടുക്കാനും പാടില്ല. അത് തന്നെയും മുഖ്ലിസൻ ലഹുദ്ദീൻ, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് കൊടുക്കുമ്പോൾ ഇഖ്ലാസ് അതിൽ ഉറപ്പുവരുത്തേണ്ടതാണ്. താൻ ചെയ്യുന്ന ഒരു കർമ്മത്തിനും, അത് ബാഹ്യമായ പ്രവർത്തനമാകട്ടെ ആന്തരികമായ പ്രവർത്തനമാകട്ടെ, അതിന്റെ വിശുദ്ധി തകർക്കുന്ന യാതൊരു തരത്തിലുള്ള കളങ്കവും ചേരാൻ പാടില്ല. സ്ഥാപിതമായ മറ്റു താല്പര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു ലക്ഷ്യങ്ങളോ അതിൽ ചേരാൻ പാടില്ല. ദീൻ എന്ന അർത്ഥത്തിൽ നമ്മൾ അനുവർത്തിക്കുന്ന, ദീനായി അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ള, നാളെ പിറ്റേന്ന് മരിച്ചു ചെന്നാൽ അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യുന്ന ആ കാര്യങ്ങൾ, അത് അവനു വേണ്ടി മാത്രം ചെയ്യണം. മറ്റേതെങ്കിലും കലർപ്പുകളോ മായങ്ങളോ താല്പര്യങ്ങളോ അതിലേക്ക് കലർത്താൻ പാടില്ല. ഈ അടിസ്ഥാന കാര്യം പറഞ്ഞു. ഇതാണ് ആദ്യം പറഞ്ഞത്. വഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ. അതിനോട് അനുബന്ധമായി പറഞ്ഞു, ഇതിനെനിക്ക് കൽപ്പന ഉള്ളതുപോലെ ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമത്തവനാകണം എന്നുള്ള കൽപ്പനയും എനിക്കുണ്ട്. അവിടെ നമ്മൾ ഇസ്ലാമിനെ നിർവചിച്ചു. എന്താണ് സമർപ്പണത്തിന്റെ അർത്ഥം? അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽഇൻഖിയാദു ലഹു ബിത്ത്വാഅ വൽബറാഅതു മിനശ്ശിർക്കി വഅഹ്ലിഹി. അതിൽ അവ്വലാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? തന്റെ മുമ്പ് ആരെങ്കിലും കഴിഞ്ഞു പോയിട്ടില്ല എന്നല്ല, മറിച്ച് ആ കാര്യം തന്റെ മുന്നിൽ വന്നാൽ ആദ്യം അത് സ്വീകരിക്കുന്ന, അത് വരിക്കുന്ന, അത് നെഞ്ചേറ്റുന്ന ആദ്യത്തെ വ്യക്തിയാകുന്നു ഞാൻ ഇടം വലം നോക്കാൻ നിൽക്കൂല, വേറുള്ളവരുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ നിൽക്കൂല. നേരെ ആ സത്യത്തിലേക്ക്, ആ സത്യത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലും. അതുകൊണ്ട് അവ്വലുൽ മുസ്ലിമീൻ, അങ്ങനത്തെ അവ്വലുൽ മുസ്ലിമീൻ ആകണമെന്നുള്ളത് അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇതിനുശേഷം പിന്നെ അതിൽ വീഴ്ച പറ്റിയാൽ എന്ത് എന്നുള്ളതും, ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം. ആ ഇഖ്ലാസിലും ആ ഇസ്ലാമിലും, ഇസ്ലാം വൽ ഇഖ്ലാസ്, ഈ കാര്യത്തിൽ
എൻ്റെ അടുക്കൽ വീഴ്ച സംഭവിച്ചാൽ അദാബ യൗമിൻ അളീം, അതിഭയാനകമായ ദിവസത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ അള്ളാനെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അതിൽ ശാശ്വതരാവും, ധിക്കരിച്ച ആളുകൾ അതിൽ കൊണ്ടുപോയി ശിക്ഷിക്കപ്പെടും. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ അഖീദ. ആ ശിക്ഷയിൽ, നരകത്തിൽ ശാശ്വതരാകുന്നതാരാണ്? മൻ അശ്റക്. എന്നാൽ അൽ മഅസിയ, അള്ളാഹ്ക്ക് അനുസരണക്കേട് കാണിക്കുന്ന അത് വഹുവ ഫീ മശിയത്തില്ല, അള്ളാഹിന്റെ മശിയത്തിലാണ്. ചിലപ്പോൾ അള്ളാഹ് ശിക്ഷിക്കും, ചിലപ്പോൾ അള്ളാഹ് പുറത്തു കൊടുക്കും. അള്ളാഹ് പുറത്തു കൊടുക്കുന്നില്ല, ശിക്ഷിക്കുകയാണെങ്കിൽ നരകത്തിൽ പോയാൽ താൻ ചെയ്ത ആ കാര്യത്തിന് അർഹമായ ശിക്ഷ കിട്ടിയതിന് ശേഷം പിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും, നരകത്തിൽ ശാശ്വതമാവില്ല. ഇതാണ് അഹ്ലുസുന്നന്റെ അഖീദ. هذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.